ഹായ് ഗായ്സ്, എൻ്റെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊച്ചിക്കാരൻ. എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ട്. ഇതിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്ന മെസ്സേജും കമൻറ്റും ഇതിലുള്ളത്. എനിക്കിതിന് ഉത്തരം തരാൻ ഞാൻ ഒരർഹനായിട്ട് ഒരാളല്ല. അത് പറയാനായിട്ട് ഞാൻ കുറച്ച് പിള്ളേർ ജർമ്മനിയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെൻ്റെ കൂടെ ഉണ്ട്. അതുകൂടാതെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം തുടങ്ങിയല്ലേ, ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷനിൽ തുടങ്ങാം. അമൃത എവിടെയാ പഠിക്കണ, എന്താ കോഴ്സ്? എൻ്റെ പേര് അമൃത. ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് പോട്സ്ഡാമിൽ മാസ്റ്റേഴ്സ് ചെയ്യാണ്. MSc ഇൻ ലിംഗ്വിസ്റ്റിക്സ് ആണ്. എഡ്വിൻ? ഞാൻ ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്യുന്നു. BSPA ബെർലിൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് ലവ്ലി. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. MA ആംഗ്ലോഫോൺ മോഡേണിറ്റീസ് ആൻഡ് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചേഴ്സ്. ഹലോ, ഞാൻ MSc ഡേറ്റ സയൻസ് ചെയ്യണു ഫ്രം ആർഡൻ യൂണിവേഴ്സിറ്റി. ഞാൻ ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണം. 9 years ആയി ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് മാസ്റ്റേഴ്സാണ്. സോ ഒബ്വിയസ്ലി എനിക്ക് പുറത്തൊരു രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് മുടക്കി ഫീസ് കൊടുത്ത് പഠിക്കാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഐ റെഡ് ലോട്ട് അബൌട്ട് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജർമ്മനി. ആൻഡ് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ ഫ്രീ എന്നല്ല, ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷേ നോട്ട് ആസ് എക്സ്പെൻസീവ് ആസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഒബ്വിയസ്ലി ഇൻ മൈ ഏജ് വിത്ത് മൈ സിറ്റുവേഷൻ എനിക്ക് ജർമ്മനി ഒരു ഗുഡ് ഓപ്ഷൻ ആയിരുന്നു. ഓൾസോ ഞാൻ തിരഞ്ഞെടുത്ത കോഴ്സ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ദാറ്റ്സ് ദ റീസൺ. യെസ്. എഡ്വിൻ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എഡ്വിൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെയാണ് വന്നത്. അതെ, ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യം ജർമ്മനിയിലോട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് 1 year ഞാനവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. ദെൻ ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി, ചേഞ്ച് ചെയ്തു. I came to Berlin. There was a lot of reasons behind it. ഞാൻ പഠിച്ചിരുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റി വാസ് എ വെരി സ്മോൾ സിറ്റി. സോ എനിക്ക് ജോലി കണ്ടുപിടിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഐ വിൽ മൂവ് ടു എ ബിഗർ സിറ്റി. സോ ഐ വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി. സോ ഐ മൂവ് ടു എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. എൻ്റെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ സെക്കൻഡ് മാസ്റ്റേഴ്സാണ്. സോ ഇപ്പം അമൃത പറഞ്ഞതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ റെഡി ആയിരുന്നില്ല. ആൻഡ് ജർമ്മനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പബ്ലിക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. നമ്മൾ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും പബ്ലിക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തത്. എനിക്ക് കിട്ടിയ 4 പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫറിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്തത് പോട്സ്ഡാമിലെ കോഴ്സാണ്. കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു കോഴ്സിലേക്ക് എത്തിയത്. ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. ബട്ട് ആസ് കമ്പയർഡ് ടു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ലെറ്റർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ മാസം വെയിറ്റ് ചെയ്യണം നമുക്ക്. വേറാസ് ഇൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് പെട്ടെന്ന് ഓഫർ ലെറ്റർ കിട്ടും. ഞാൻ വിചാരിച്ച എൻ്റെ ജോലി കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ കിട്ടും. അത് കാരണം ഞാൻ ഇപ്പം ചെയ്യണ മാസ്റ്റേഴ്സ് 1 year ഉള്ളൂ. അത് കാരണമാണ് ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നത്. ഈ ഫീൽഡിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടാൻ ഈ ഫീൽഡിൽ പ്രൈവറ്റിലാണ് ഏറ്റവും ഈസി അഡ്മിഷൻ കിട്ടാൻ. ഒബ്വിയസ്ലി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പ്രൈവറ്റ് പോലെ തന്നെ കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ പ്രൈവറ്റ് പഠിക്കണേ അല്ലെങ്കിൽ പ്രൈവറ്റിൽ അഡ്മിഷൻ എടുക്കണേ, നമ്മൾ അതേപോലെ തന്നെയാണ് ഈ സംഭവം. ഓക്കെ, അപ്പം അഡ്മിഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ഒബ്വിയസ്ലി പ്രൈവറ്റ് തന്നെയാണ് കിട്ടാനും എടുക്കാനും ഒക്കെ എളുപ്പം. ഓക്കെ, പിന്നെ എനിക്കറിയില്ല എങ്ങനെയാണ് ഇവരിത് കൺസീവ് ചെയ്തത്. പെട്ടെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, അതല്ലാതെ എങ്ങനെയാണ് അവർ കൺസീവ് ചെയ്തത് എനിക്കറിയില്ല. പബ്ലിക്കിൽ കിട്ടാൻ, നമ്മളെ നാട്ടിൽ പബ്ലിക് കിട്ടാൻ എങ്ങനെയാണ് പാടല്ലേ, അതേപോലെ തന്നെ പാടാണ് പബ്ലിക് കിട്ടാൻ അങ്ങനെ എളുപ്പം അങ്ങനെയൊന്നുമില്ല. പബ്ലിക് കിട്ടാൻ പാടാണ്. ബിക്കോസ് നമ്പർ ഓഫ് സീറ്റ്സ് ആർ നമ്പേർഡ്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒബ്വിയസ്ലി ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ് പ്രൈവറ്റ്. അല്ലാതെ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് അങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെയില്ല യഥാർത്ഥത്തിൽ. അമൃതക്ക് അഡ്മിഷൻ എടുക്കാൻ എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി പാടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടില്ല. നേരത്തെ പൂർണിമ പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി ടൈം കൺസ്യൂമിങ്. സോ ഹൗ ഐ ഡിഡ് ഇറ്റ് ഇസ്, ഞാൻ റിസർച്ച് ചെയ്തു. എനിക്ക് ചെയ്യേണ്ട കോഴ്സ്, മെയിനായിട്ട് ചെയ്യേണ്ട സബ്ജക്റ്റ്
ഫീൽഡ് എനിക്കറിയായിരുന്നു ലിംഗ്വിസ്റ്റിക്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് സെർച്ച് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇറ്റ്സ് എങ്ങനെയെങ്കിലും ഒന്ന് ജർമ്മനി എത്തുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയായിരുന്നു എനിക്ക് ലിംഗ്വിസ്റ്റിക്സ് ആണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് അതെന്നെ സഹായിച്ചു. സോ ഐ വെൻറ്റ് ആൻഡ് ഗൂഗിൾഡ്, റിസർച്ച് ചെയ്തു അബൌട്ട് QS റാങ്കിങ്. അതിൽ നല്ല റാങ്കിങ് ഉള്ള കോളേജസിൽ ഈ കോഴ്സ് അവൈലബിൾ ആണോ എന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഈ കോഴ്സ് പഠിക്കാനുള്ള ഫീസ് ഉണ്ടോ, അത് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോ, സ്കോളർഷിപ്പ് ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെ എനിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കൊണ്ടിട്ട് എനിക്ക് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ വൺസ് ഐ ഷോർട്ട് ലിസ്റ്റഡ് ദ കോളേജ്, ഇറ്റ്സ് നോട്ട് ഈസി. ഒരു ഏജൻസിക്ക് ആകുമ്പോൾ നമ്മൾ ഐ എം നോട്ട് എഗെയിൻസ്റ്റ് ഏജൻസീസ്, പക്ഷേ നമ്മൾ പൈസ കൊടുത്താൽ പിന്നെ നമുക്കൊന്നും അറിയണ്ട. ബട്ട് വെൻ യു അപ്ലൈ ഓൺ യുവർ ഓൺ, യു ഹാവ് ടു ഗോ ത്രൂ ദി എൻറ്റയർ ആപ്ലിക്കേഷൻ ഫോം വായിച്ച് മനസ്സിലാക്കി, ഇനി ഇംഗ്ലീഷിലല്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി, ഒരു ഡീറ്റെയിലും തെറ്റാതെ ഫില്ല് ചെയ്ത് യു സെൻഡ് ആൻഡ് ദെൻ യു വെയിറ്റ് ഫോർ ദ റിപ്ലൈ ആൻഡ് ദെൻ യു നോ വെദർ യു എലിജിബിൾ ഓർ നോട്ട്. അങ്ങനെ ഒത്തിരി സമയം എടുക്കും ഇതിൽ. ഈ സമയം എടുക്കുമ്പോൾ അതാത് രാജ്യങ്ങളിലെ ബ്യൂറോക്രസി ടൈം അനുസരിച്ച് വി ജസ്റ്റ് ഹാവ് ടു വെയിറ്റ്. നമുക്കതിലൊന്നും ചെയ്യാനില്ല, നമുക്ക് കോൺടാക്ട് പേഴ്സൺ ഇല്ല. ഓൾ വാട്ട് യു ക്യാൻ ഡു ഇസ് ഡു യുവർ വർക്ക് ആൻഡ് ദെൻ ജസ്റ്റ് ബി ദർ. അപ്പോൾ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ലേണിംഗ് വൈൽ ഡൂയിങ് ആണ്. നോബഡി വാസ് ദെയർ ടു ടെൽ മീ ഓക്കെ ഇത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ യു ക്യാൻ സേവ് ടൈം, യു ക്യാൻ സേവ് മണി. നോ, ഐ ലേൺ ഇറ്റ് ദി ഹാർഡ് വേ. അപ്പോൾ അതുകൊണ്ട് ആ ഹോൾ പ്രോസസ്സ് ഇന്നിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വാസ് വെരി ടയറിങ്, ബട്ട് ഇറ്റ്സ് worth it because I knew what I was doing rather than randomly going to a country because everybody is going. അപ്പം അഡ്മിഷൻ കിട്ടാൻ പാടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എലിജിബിൾ ആയിരുന്നു എൻ്റെ ഓൾറെഡി ഉള്ള ക്രെഡിറ്റ്സും ഡിഗ്രിയും വെച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് പാടായിരുന്നില്ല. പക്ഷെ ദ ഹോൾ പ്രോസസ് വാസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു മിനിമം എത്ര വേണം? എനിക്ക് തോന്നുന്നത് 60+ ഓൺ ആൻ ആവറേജ് പെർസെൻറ്റേജ് മാർക്ക് വേണം. അതായത് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ യൂറോപ്യൻ ഗ്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ അതിൻ്റേതായ വെയിങ് വ്യത്യാസങ്ങൾ വരും. അതൊക്കെ അവർ കൺവേർട്ട് ചെയ്യും. അതും ഒരു ഫാക്റ്റാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ പാടാന്ന് പറയാനുള്ള കാരണം. ഒന്ന്, ഇതിന് മുന്നേ പഠിച്ച കോഴ്സ് എലിജിബിൾ ആണോ നിങ്ങളെന്ന് അവർ നോക്കും. റാൻഡംലി ഇഫ് യു പേ യു വോണ്ട് ഗെറ്റ് ആൻ അഡ്മിഷൻ. പിന്നെ ക്രെഡിറ്റ് സ്കോർ നോക്കും. ഇതെല്ലാം ഓക്കെ ആയി വന്ന് ബിഫോർ ദി കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ വിസ റിക്വയർമെൻറ്റ് എല്ലാം ഓക്കെ ആണെങ്കിലേ നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വലിയ ഹാസിലൊന്നുമില്ല അത് അഡ്മിഷൻ കിട്ടുള്ളൂ. സോ ഇഫ് യു ആസ്ക് മീ വെദർ ഇറ്റ്സ് ഹാർഡ്, ഇറ്റ്സ് ലോങ്, ഇറ്റ്സ് ഡിഫിക്കൾട്ട് ഇഫ് യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ, ബട്ട് ഇറ്റ്സ് വർത്ത്. ഇപ്പോൾ അമൃത കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇതിനില്ലാത്ത എന്തെങ്കിലും പറയുന്നുണ്ടോ? So it depends on every single person. Like for me, ഞാൻ admission എടുത്തപ്പോൾ I did it in my own. So public university ഒരു uni കണ്ടുപിടിച്ചിട്ട് like I knew some persons who were studying the same uni in OTH Weiden എന്നാണ് ഞാൻ പഠിച്ച യൂണിയുടെ പേര്. It's in south of Germany, Bavaria. So ആ യൂണിയിൽ ആദ്യം അഡ്മിഷൻ എടുത്തപ്പോൾ I knew 2 people who already took the admission there. So I had like a little one step ahead like how the admission process was. So എനിക്ക് അഡ്മിഷൻ എടുക്കാനും പിന്നെ I had better marks in +2. So എനിക്ക് അഡ്മിഷൻ കിട്ടാനും അത്ര ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നില്ല. ബട്ട് പറഞ്ഞതൊക്കെ ശരിയാണ്. ലൈക്ക് ഇഫ് യു നോ വാട്ട് യു ആർ ഡൂയിങ്, യെസ് ഇറ്റ്സ് സിമ്പിൾ. ബട്ട് ഇഫ് യു ഹാവ് നോ ഐഡിയ ആൻഡ് യു സ്റ്റാർട്ട് ഡൂയിങ് ഫ്രം സീറോ, ഭയങ്കര പാടാണ്. ലൈക്ക് നമ്മൾ ഏതൊക്കെ യൂണിയാണ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നാട്ടിൽ ഒരു അഡ്മിഷൻ എടുക്കുന്ന പോലെ സെയിം അല്ല. ഇവിടുത്തെ വെബ്സൈറ്റുകൾ കാര്യം വ്യത്യാസമുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് വ്യത്യാസമുണ്ട്. സോ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ലൈക്ക് ഓരോ ആൾക്കാർക്കും വ്യത്യാസമായിരിക്കും അവർ ചെയ്യുന്ന പ്രോസസ്സ്. എനിക്ക് കുറെ കൂടി സിമ്പിൾ ആയിരുന്നു ബിക്കോസ് ഐ ന്യൂ വാട്ട് ഐ വാസ് ഡൂയിങ് ആൻഡ് ഐ ഹാഡ് സം പീപ്പിൾ ബിഫോർ മീ ഹു ഡിഡ് ദാറ്റ് ബിഫോർ. സോ എനിക്ക് അങ്ങനെ ഒരു ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പബ്ലിക്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഇവിടുന്ന് പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് പേഴ്സണലി എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. സോ ഐ വാണ്ടഡ് എ ലിറ്റിൽ പുഷ്. സോ ഞാൻ ഹെൽപ്പ് എടുത്തു. പ്രോസസ് ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. യെസ്, ആദ്യം നമ്മൾ പബ്ലിക്കിൽ നിന്ന് ഞാൻ പ്രൈവറ്റിലോട്ട് മാറിയപ്പം ഫസ്റ്റ് വി ഹാവ് ടു നമ്മൾ അവിടുത്തെ ബുർഗറാൻഡ് എന്ന് പറയും. നമ്മുടെ എല്ലാ ചെറിയ ഓരോ സിറ്റിക്കും ഓരോ ബുർഗറാൻഡ് ഉണ്ടാവും. സോ നമ്മൾ അവിടെ പോയി ആദ്യം പറയണം നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണ്, നമുക്ക് യൂണി നമ്മൾ എക്സ്മെട്രിക്കുലേറ്റ് ആകുകയാണ്. എന്നിട്ട് എക്സ്മെട്രിക്കുലേറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂണിയിൽ പറഞ്ഞിട്ട് നമ്മൾ ആ എക്സ്മെട്രിക്കുലേഷൻ വെച്ചിട്ട് വേണം നമ്മൾ പുതിയ യൂണിയിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി, പ്രൈവറ്റ് യൂണിയിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതൊരു പ്രോസസ്സാണ്. ലൈക്ക് വി ഹാവ് ടു ടോക്ക് വിത്ത് ദ പ്രൊഫസേഴ്സ് ലൈക്ക് വൈ യു വാണ്ട് ടു മൂവ്, like
why are you changing this course, why are you discontinuing this course? So ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, ലൈക്ക് ഐ couldn't find a job and the course what I'm studying എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ച കോഴ്സിലോട്ട്. So I was like okay, so I thought I'm gonna go to a bigger city and then ഈ പബ്ലിക് യൂണിയിൽ നിന്ന് ഞാൻ എക്സ്മെട്രിക്കുലേഷൻ വാങ്ങിച്ചു. എന്നിട്ട് ഒരു ഹെൽപ്പോട് കൂടി ഞാൻ പ്രൈവറ്റ് യൂണിറ്റ് മാറുമായിരുന്നു. ലവ്ലി, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതുകൊണ്ട് ഉപയോഗമുണ്ടോ? തീർച്ചയായിട്ടും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നേരത്തെ നമ്മളെല്ലാവരും മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് ഒരുപാട് ഫീസ് നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുമ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വയം ചെയ്ത ഒരാളല്ല. ഞാൻ നാട്ടിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ടീച്ചിങ് ഫീൽഡിലോട്ട് മാറിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഏജൻസികളൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്ത് IELTS കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തിരുന്ന ഒരു IELTS ട്രെയിനർ കൂടിയായിരുന്നു. സോ എനിക്ക് ആവശ്യത്തിന് ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കൂടുതലും ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാൻ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാക്കി വെച്ചെങ്കിലും ഞാൻ ഏജൻസിയുടെ ഹെൽപ്പോട് കൂടി തന്നെയാണ് എൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സും ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാനിവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെയാണ് ചൂസ് ചെയ്തത്. ആൻഡ് എനിക്ക് അത്യാവശ്യം നല്ല സ്കോറ് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്കുണ്ടായിരുന്നു, ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രിയുടെ മാർക്ക് വെച്ചിട്ടാണ്, ഇവൻ ദോ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എൻ്റെ കഴിഞ്ഞതാണ് നാട്ടിലെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഡിഗ്രിയുടെ സ്കോർ വെച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് അപ്ലൈ ചെയ്തത്. ആൻഡ് എനിക്ക് 4 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരുന്നു. അത് മേ ബി ആ ഒരു സ്കോറിൻ്റെ ഒരു ഇതിലായിരിക്കാം. ബട്ട് എനിക്ക് 4 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു. ആൻഡ് അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോട്സ്ഡാമിലേക്ക് എൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്തത്. പൂർണിമ, ഇവരെല്ലാവരും പബ്ലിക് യൂണിവേഴ്സിറ്റി വന്നവരാണ്. പൂർണിമ എന്തുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു? എന്തുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്നു? സോ ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ഫോർ എൻ ഇയർ ഞാൻ ആദ്യം നോക്കി റിസർച്ച് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി 2-3 ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേ ഒരു 3 മാസം വരെ എനിക്ക് ഒരു റിപ്ലൈയും കിട്ടിയില്ല. വേറാസ് ഞാൻ ഒരു കൺസൾട്ടൻസിയിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു അഥവാ നിങ്ങൾ പ്രൈവറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ആഴ്ചയിൽ കിട്ടുമെന്ന്. അപ്പം അതിൻ്റെ ഗ്രീഡിൽ പോയിട്ട് നമ്മൾ നോക്കിയിട്ട് അതേപോലെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തു. നല്ല യൂണിവേഴ്സിറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുഴപ്പം വന്നത് വിസ ഫയൽ വെക്കുമ്പോഴാണ്. ഞാനുണ്ടായിരുന്ന വിസ ഫയൽ വെച്ചത് മുംബൈയിലാണ്. മുംബൈയിൽ ആ സമയത്ത് കോൺസുലേറ്റ് എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കാരണം എൻ്റെ വിസയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ എനിക്ക് 10 മാസം പിടിച്ചു, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയ കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഏപ്രിൽ മെയ് ആയിട്ടാണ് എനിക്കിവിടെ വരാൻ പറ്റിയത്, എൻ്റെ അപ്രൂവൽ ആയത്. പക്ഷെ ഞാൻ പറയണില്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബാഡാണെന്ന്. ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ്, ലെക്ചറേഴ്സ് നല്ലതാണ്. പക്ഷെ ഒരു പ്രിഫറൻസ് ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റീന് കിട്ടണത് അത് പ്രൈവറ്റിന് ഒരിക്കലും കിട്ടില്ല. ഇല്ല, പക്ഷെ അഥവാ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അഥവാ നമുക്ക് ഗ്രീഡ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇനി മുമ്പോട്ട് പോയിട്ട് എനിക്ക് അഥവാ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത്ര കിട്ടില്ല, അങ്ങനെ ഞാൻ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അഥവാ ഞാൻ ഇരുന്ന് നെറ്റ്വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ജോബ് ഫെയർസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും തീർച്ചയായാലും കിട്ടും. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്.